ദേശീയ ദുരന്തമായി അല്ല, അതെ, തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തുന്നതാവും പ്രഖ്യാപനം. പക്ഷേ അത് വലിയൊരു ദുരന്തം തന്നെയാണ് ഈ പ്രഖ്യാപനം. ഇതിലും വലിയ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലേറെ ഇനി എന്താ വേണ്ടത്? വലിയ പക്ഷപാതമാണ്. പാലക്കാട്ടെ ജനങ്ങൾ ആലോചിക്കണം. ഇതാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന സമീപനം. നേരത്തെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവരോട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുകയും വലിയ പ്രതീക്ഷ വെച്ചതാണ്. വലിയൊരു നഷ്ടം കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ നയത്തിന് മറുപടി പറയാനുള്ള സമയമാണിത്. പാലക്കാട്ടെ ജനങ്ങൾക്കാണ് ഇനി അവസരം. അവരാ മറുപടി കൊടുക്കണം. ഈ കേന്ദ്ര ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തെ അവഗണിക്കാത്ത മേഖലകളുണ്ടോ? എല്ലാവരും കരുതി ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം പ്രൈം മിനിസ്റ്റർ വന്ന് നേരിട്ട് ഇത്രയും സമയം അവിടെ ചെലവഴിച്ച് അവിടെ വലിയ നിലയിലൊക്കെ ദയനീയമായ കാഴ്ചകളൊക്കെ കണ്ട് അതൊരുപാട് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തി എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവും എന്നാണ്. പക്ഷേ അതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ? കേരളം അവരെ ഭൂപടത്തിലില്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ അവരുണ്ടാകാൻ പാടില്ല. അതാണ് അതിന് തിരിച്ചു കൊടുക്കേണ്ട മറുപടി. പാലക്കാട്ടുകാർക്കാണ് അതിന് ആദ്യത്തെ അവസരം കൈവന്നിരിക്കുന്നത്. ഇവിടെയാണല്ലോ അവർ UDF തോൽപ്പിക്കും എന്നും പറഞ്ഞ് നടക്കുന്നത്. ഇടതുപക്ഷം ഇവിടെ അത്ര വലിയൊരു ഘടകമല്ല. പക്ഷേ UDF പരാജയപ്പെടുത്തും എന്നും പറഞ്ഞ് വലിയ അവകാശവാദം ഉന്നയിക്കുന്നത് പാലക്കാട്ടാണ്. ഇവിടെയാണ് ജനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനുള്ള മറുപടി കൊടുക്കണം. ഈ ഇലക്ഷൻ UDF സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും വിജയ പ്രതീക്ഷയാണ്. വയനാട്ടുകാർ ആദ്യം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കേരള ഗവൺമെൻറ്റും അവരെ അവഗണിക്കുകയാണ് എന്ന് വയനാട്ടുകാർക്ക് നേരത്തെ മനസ്സിലായിരിക്കുന്നത്. സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സന്മനസ്സുള്ള മനുഷ്യരുമാണ് അവരെ കണക്കിലെടുത്തത്. അത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വമ്പൻ ഭൂരിപക്ഷം ഉണ്ടാവും. അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് വലിയ വർത്തമാനം പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിപ്പോൾ മഞ്ചേരിയിലും പൊന്നാനിയൊക്കെ ശതമാനം കുറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. ആര് വോട്ട് ചെയ്യാതിരുന്നാലും ശതമാനം കുറയും. BJPയും അതുപോലെ തന്നെ LDFും ഒക്കെ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള നിലക്ക് വയനാട്ടിൽ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അതാണ് വലിയ തോതിൽ ശതമാനം കുറഞ്ഞത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഒരു സമീപനം ചേലക്കരയിൽ പ്രകടമാവും. പാലക്കാട് പിന്നെ വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിക്കും. അതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ സംബന്ധിച്ച് മൊത്തത്തിലുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കേന്ദ്രം നൽകിയ കത്തിൽ പറയുന്നത് നിലവിലുള്ള ചട്ടപ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം വയനാട്ടിലില്ല എന്നുള്ളതാണ്. അത് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സമയം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വന്നു പോയതിൻ്റെ പിറ്റേന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കാതിരിക്കാൻ എന്താ വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. സെയിം കേസൊന്നും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലെയുള്ള സംഭവം ഉണ്ടായപ്പോൾ എല്ലായിടത്തും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, സഹായം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, ഇത്രയും സമയമായിട്ട് മനുഷ്യരല്ലേ അവിടെ ജീവിക്കുന്നത്. ഇത്രയും സമയമായിട്ട് ഒരു ഇൻ്ററിം ഹെൽപ്പ് പോലും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തില്ല. കണ്ണിച്ചോരല്ലാത്ത നിലപാടാണ് എടുത്തത്. വലിയ പരാജയമാണ്. അല്ല, അതാണ് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതാണത്. ഇവിടെ പിള്ളേമാരൊക്കെ ഇരിക്കുക ഞങ്ങൾ പറഞ്ഞതാണല്ലോ. ഞങ്ങളെ പ്രധാന കേസ് തന്നെ അതായിരുന്നു. വാങ്ങി എടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഉത്സാഹം ഇടത് ഗവൺമെൻറ്റിനില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മന്ത്രിമാരെയും കൂട്ടി ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി ഡൽഹിയിൽ പോയി ക്യാമ്പ് ചെയ്ത് അറിയിക്കുന്നത് വാങ്ങി പോരുമായിരുന്നു.
അങ്ങനെയാണ് കേന്ദ്ര സഹായം പലതും കിട്ടിയത്. ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വഴിക്ക് പോകില്ല, കത്തെഴുതി കാത്തിരിക്കും. അതാണ് ഇവർക്കത് വാങ്ങിയെടുക്കാനുള്ള ഒരു ത്രാണിയില്ല, കഴിവില്ല. അതാണ് മറ്റൊരു കാരണം. അല്ലെങ്കിൽ ഇത് വാങ്ങിയെടുക്കണ്ടേ? കേരളത്തിന് അർഹപ്പെട്ടതല്ലേ? അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇത്രയും വലിയ ഒരു പ്രകൃതി ദുരന്തം വേറെ ഉണ്ടോ? അപ്പോൾ അതൊക്കെ ലോകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എന്താണ് അതിന് സഹായം കൊടുക്കാത്തതെന്നുള്ളത്. അത് വാങ്ങിയെടുക്കാൻ കേരള ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അതാണ് സത്യം.